നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ ഡയാലിസിസ് സെന്റർ 1 ലക്ഷം സൗജന്യ ഡയാലിസിസുകൾ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 2021 ഫെബ്രുവരിയിൽ 15 മെഷീനുകളോടെ പ്രവർത്തനം ആരംഭിച്ച സെന്റർ 5 വർഷം പൂർത്തിയാകുന്നതിന് മുൻപാണ് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചത്. ഇതോടനുബന്ധിച്ച് നാളെ രാവിലെ 9 മണിക്ക് ഇടമുട്ടം ആൽഫ തറവാട്ടിലെ ഡയാലിസിസ് സെന്ററിൽ ലളിതമായ ആഘോഷം ചെയർമാന്റെ സാന്നിധ്യത്തിൽ നടക്കും. ഡയാലിസിസ് എക്സിക്യൂട്ടീവ് കൗൺസിലിന് വേണ്ടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് PF ജോയ് ആൽഫയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചു. നിലവിൽ 32 മെഷീനുകളിലായി ഞായർ ഒഴികെ 3 ഷിഫ്റ്റുകളായാണ് ആൽഫ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. ആൽഫ ആലപ്പുഴ സെന്ററിന്റെ അവലോകന യോഗം പ്രസിഡന്റ് ഷാജി ജമാലിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. സെക്രട്ടറി തോമസ് ജോർജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 22-ന് എറണാകുളത്ത് ചേരുന്ന വിവിധ ലിങ്ക് സെന്ററുകളുടെ അവലോകന യോഗത്തിൽ സെന്ററിൽ നിന്ന് 5 പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി മാസം തുടങ്ങാനിരിക്കുന്ന പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് പ്രോഗ്രാം കൂടുതൽ വലിയ ലക്ഷ്യങ്ങളോടെ നടത്താൻ തീരുമാനിച്ചു. ഫെബ്രുവരി 2-ന് മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അവലോകന യോഗം നടത്താനുള്ള വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാറിന്റെ നിർദ്ദേശം യോഗം അംഗീകരിച്ചു. ട്രഷറർ രാമചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി ആൻസി ബെഞ്ചമിൻ, എക്സിക്യൂട്ടീവ് അംഗം ജയശങ്കർ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം ഓൾ സെയിൻസ് വിമൻസ് കോളേജിൽ ആരിഷ് ക്ലബ് ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയർ അവബോധ ക്ലാസും സംഘടിപ്പിച്ചു. 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ പ്രത്യക്ഷ S നായർ, ധന്യ ജോസ് എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. NSS സ്റ്റുഡൻസ് ഇൻചാർജ് ശ്രുതി S നായർ, ശ്രീലക്ഷ്മി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് കമ്മ്യൂണിറ്റി വെൽഫെയർ ജില്ലാ കോർഡിനേറ്റർ അക്ഷയ് ബാബു ക്ലാസ് എടുത്തു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർമാരായ കീർത്തി കൃഷ്ണൻ, ഗൗരി കൃഷ്ണ എന്നിവർ SAPCയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ആരിഷ് ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.